Good afternoon, all. Good afternoon, ma'am. Good afternoon. Class active എല്ലാവരും ക്ലാസ്സിൽ ആക്റ്റീവ് ആണോ എല്ലാവരും? ക്ലാസ്സിലുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇന്ന് മാം കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. Good afternoon. സുഖാണല്ലോ എല്ലാവർക്കും? How are you all? ഗുഡ് മാം. കുറെ ദിവസമല്ല കണ്ടിട്ട്. കുറെ ദിവസമായി കണ്ടിട്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പോയോ? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സംസാരം മാത്രമേ ഉള്ളൂ, സംസാരിക്കില്ല അല്ലേ? സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പ്രസന്റ് ടെൻസ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ പ്രസന്റ് ടെൻസ്? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ. ഞാൻ പറഞ്ഞല്ലോ മറ്റു ക്ലാസ്സിനെ പോലെ അല്ല ഇംഗ്ലീഷ് ക്ലാസ്. റെസ്പോണ്ട് ചെയ്യൂ. കുറച്ച് നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ട് നമുക്ക് ക്ലാസ് ഇരിക്കാം. ഓക്കെ, കേൾക്കുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ മക്കളെ. കേൾക്കുന്നുണ്ട് മിസ്സേ. റെസ്പോണ്ട് ചെയ്യൂ, നിങ്ങൾ സംസാരിക്കൂ. അടുത്ത ക്ലാസ്സിൽ പാസ്റ്റ് ടെൻസിലേക്ക് പോവാം നമുക്ക്. എടുക്കട്ടെ, ഞാൻ ക്ലാസ് എടുക്കട്ടെ, സ്റ്റാർട്ട് ചെയ്യാം. Yes, ma'am. Yes. Okay. So present tense കഴിഞ്ഞു. അടുത്തത് past tense അല്ലേ? പാസ്റ്റ് അറിയാൻ ഓൾറെഡി അറിയാം. എന്താ? കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് അല്ലെ? ഓൾറെഡി കഴിഞ്ഞു പോയത് ഫിനിഷ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോ നമ്മൾ പ്രസന്റിൽ പഠിച്ച പോലെ ഇത് സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇതുപോലെ 4 സെക്ഷനും 4 അക്ഷരം പാസ്റ്റിലും ഉണ്ട്. ഇപ്പോൾ പ്രസന്റിൽ ഓൾറെഡി പഠിച്ചതാണ്. അത് തന്നെ എന്താണ് പാസ്റ്റിലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നോക്കി സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് സിമ്പിൾ എന്ന് പറയാം അല്ലെ? എന്താണ്? ഓൾറെഡി ഫിനിഷ്ഡ് ആണ് അല്ലെ? ആക്ഷൻ ദാറ്റ് ഫിനിഷ്ഡ് ഇൻ ദ പാസ്റ്റ്. ഓക്കെ, സോ ഇവിടെ എന്താണ്? സബ്ജക്ട് എന്തുവായാലും നമുക്ക് എന്താണ് ഇവിടെ V2 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. സോ സബ്ജക്ട് ഏതോ ആവട്ടെ, V2 വേർബിന്റെ V2 ഫോം യൂസ് ചെയ്യണം. അതാണ് ഇതിന്റെ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. I, he, you, they, she, it. സോ ഇതെല്ലാം സബ്ജക്റ്റ് ആണ്. സോ അതിന്റെ കൂടെ എന്താണ്? വേർബിന്റെ സെക്കൻഡ് ഫോം, അതായത് V2 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. സോ എക്സാമ്പിൾസ് നോക്കൂ. I visited my friends last week എന്ന് പറയുമ്പോൾ എന്താ? കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താണ്? എന്റെ ഫ്രണ്ട്സിനെ ഞാൻ മീറ്റ് ചെയ്തു, വിസിറ്റ് ചെയ്തു അല്ലെ? ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഓൾറെഡി ഫിനിഷ്ഡ് ആയ കാര്യങ്ങളാണ്. സോ അത് പാസ്റ്റ് ആണ്, അത് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് അത് വിസിറ്റ് അല്ലെ? വിസിറ്റ് എന്ന് പറയുമ്പോൾ വിസിറ്റിന്റെ V2 ഫോം ആണ് വിസിറ്റഡ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് സബ്ജക്റ്റിന് ശേഷം അവിടെ വിസിറ്റഡ് എന്ന് യൂസ് ചെയ്തത്. ക്ലിയർ? Then I met അല്ലെ? I met them a few days ago. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ അവരെ കണ്ടു അല്ലെ? മെറ്റ് ചെയ്തു എന്ന് പറയുന്നത് കാണുക, കണ്ടു. സോ മീറ്റിന്റെ V2 ഫോം ആണ് മെറ്റ് എന്ന് പറയുന്നത്. സോ ഐ എന്ന സബ്ജക്റ്റിനൊപ്പം നമ്മൾ എന്താണ്? V2 ഫോം ആണ് യൂസ് ചെയ്തത്. ഓക്കെ,
The other example, Sam cooked a tasty dinner yesterday. So Sam എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കൂടെ V2 form, cookന്റെ V2 form ആണ് cooked. So അതുകൊണ്ട് നമ്മൾ cooked യൂസ് ചെയ്തു. Next, my brother saw a movie yesterday. So അല്ലെ, C-യുടെ V2 form saw. Then last year I traveled to France. Travel എന്ന് പറയുന്നത് base form ആണ്. So അതിന്റെ V2 form എന്ന് പറയുന്നത് traveled ആണ്. Okay. Then my mother bought a dress for me. ഇവിടെ ബോട്ടിന്റെ ബേസ് ഫോം ഏതാണ്? പറയൂ. ബൈ ആണ്. ഓക്കെ, ബൈ ആണ് ബോട്ടിന്റെ V2 ഫോം എന്ന് പറയും. സോ അതുകൊണ്ടാണ് ഇവിടെ ബോട്ട് യൂസ് ചെയ്തത്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ക്ലിയർ ആണ് എല്ലാവർക്കും? അതായത് ചെയ്തു, കണ്ടു, മനസ്സിലായോ? എന്നൊക്കെ പറയുന്നതാണ് എന്ത്? പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്. പ്രസന്റ് ആണെങ്കിലോ ഇങ്ങനെയാ വരാ, ചെയ്യുന്നു, കാണുന്നു, പോകുന്നു, വരുന്നു എന്നൊക്കെ വരും. പാസ്റ്റിലേക്ക് വരുമ്പോൾ അത് ഓൾറെഡി തിരിഞ്ഞു. കണ്ടു, വന്നു, വാങ്ങി, ചെയ്തു എന്നൊക്കെ പറയും. So clear ആയോ? Is it clear? Answer me. Yes ma'am, clear ആയി. Clear. Yeah. Okay. Then past continuous. പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞ പോലെ തന്നെയാണ് പാസ്റ്റ് എന്ന് വരും. പ്രസന്റ് നമ്മൾ ഈസ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ ഇത് വേഴ്സ് ആണ്. ഈസും ആറൊക്കെ നമ്മളിവിടെ യൂസ് ചെയ്തു അല്ലെ. ഇവിടെ നോക്കി, അതൊരു കണ്ടിന്യൂസ് ആക്ഷൻ ആയിരിക്കും. അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് അല്ലെ. കഴിഞ്ഞുപോയ കാര്യങ്ങൾ കണ്ടിന്യൂസ് പറയുന്നതാണ് എന്താ പാസ്റ്റ് കണ്ടിന്യൂസ്. അതായത് അവനത് ചെയ്യുകയായിരുന്നു, അവനവിടെ പോയിരുന്നു എന്നൊക്കെ പറയില്ലേ. അവനവിടെ അവൻ കളിക്കുകയായിരുന്നു, ഉറങ്ങുകയായിരുന്നു എന്നൊക്കെ പറയില്ലേ. അതാണ് കണ്ടിന്യൂസ്. സോ ഐ, ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ വാസ് ആണ് യൂസ് ചെയ്യുക. വാസ് പ്ലസ് വെർബ് പ്ലസ് ing ഫോം. ദെൻ വി, യു, ദേ ആണെങ്കിൽ അതായത് സിംഗുലർ ആണെങ്കിൽ വേഴ്സും, പ്ലൂറൽ ആണെങ്കിൽ വേർ, ദെൻ ing ഫോം. അതാണ് ഇതിന്റെ സ്ട്രക്ചർ. സോ ഐ വാസ് റീഡിങ് വെൻ ദ ഫോൺ റാൻ. അല്ലെ, ഞാൻ വായിക്കുകയായിരുന്നു എന്ന് ഫോൺ റിങ് ചെയ്തപ്പോ അല്ലെ. അവിടെ റിങ് അല്ല യൂസ് ചെയ്തത്, റാങ് ആണ്. കാരണം എന്താണ്? ഇത് ഓൾറെഡി പാസ്റ്റ് ടെൻസ് ആണ്. സോ എല്ലാ വേർബും നമ്മൾ പാസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Then when his father came, he was playing cricket. അവന്റെ അച്ഛൻ വന്നപ്പോൾ എന്താണ്? അവൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാ പറയും. Then it started to rain while we were playing. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താണ്? ഞങ്ങള് കളിക്കുകയായിരുന്നു. മനസ്സിലായോ? Then while we were cooking, she was sleeping. ഞങ്ങൾ കുക്ക് ചെയ്തിരുന്നപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. Then when the phone rang, she was writing a letter. ഫോൺ റിങ് ചെയ്ത സമയത്ത് അവള് ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ പ്രസന്റ് എല്ലാ ആക്ഷനും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പാസ്റ്റ് ഫ്യൂച്ചർ ഒക്കെ സിമ്പിൾ ആണ്. മനസ്സിലായോ? ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റില് പഠിച്ചു. ഹാവ് അല്ലെ ഹാസ് യൂസ് ചെയ്യണം അല്ലെ. സോ അത് പാസ്റ്റിൽ വരുമ്പോൾ എന്താ? ഒന്നുമില്ല, ഈ ഹാവും ഇല്ല ഹാസും ഇല്ല, ഒരെണ്ണം മാത്രം. എന്താ? ഹാഡ് മാത്രം. പാസ്റ്റ് ആയതുകൊണ്ട് ഹാഡ്. അത് സബ്ജക്ട് ഏതായാലും നമ്മൾ ഹാഡ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ.
I had reached the school before the bell rang. ബെല്ലടിക്കുന്നതിന് മുൻപ് ഞാൻ സ്കൂളിൽ എത്തി, അല്ലെ, എത്തിയിരുന്നു എന്നൊക്കെ പറയും, അല്ലെ, എത്തി. സോ ശ്രദ്ധിക്കുക, ഹാഡിന്റെ കൂടെ എപ്പോഴും V3 ഫോം ആയിരിക്കും യൂസ് ചെയ്യാം. അതാണ് ഐ ഹാഡ് റീച്ച്ഡ് എന്ന് പറയാം. റീച്ചിന്റെ V3 ഫോം ആണ് റീച്ച്ഡ്. സോ ഫസ്റ്റ് മനസ്സിലാക്കുക, ഹാഡിന്റെ കൂടെ എപ്പോഴും V3 ഫോം ആണ് യൂസ് ചെയ്യുക. എല്ലാത്തിന്റെയും സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കണം. പഠിച്ചെങ്കിൽ വെച്ചോ, എന്നാലേ കറക്റ്റ് മനസ്സിലാവുള്ളൂ. Then past perfect continuous എങ്ങനെയാ വരാ? had, be, ing. പ്രസന്റ് നമ്മൾ പഠിച്ചു, ഹാവില് ഹാസ് എന്താണ്? ഹാവ് ആണ്. ഹാവില് ഹാസ്, be, ing. ഇവിടെ വരുമ്പോ ഹാഡ് മാത്രമേ ഉള്ളൂ. ഹാഡ്, ing, be, ing. I had been waiting there for 2 hours when she was finally arrived. എന്താണ്? ഞാൻ 2 മണിക്കൂറായി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആയിരുന്നു, വെയിറ്റ് ചെയ്തിരുന്നു. Then finally അവൾ വന്നു, അവസാനം അവൾ വന്നു എന്നാ പറഞ്ഞു, അല്ലെ? Then she was tired because she had been working all day. അവള് ടയർഡ് ആണ്. കാരണം എന്താണ്? അവള് എല്ലാ ദിവസവും ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായോ? അങ്ങനെയാ വരും. I had been reading for hours before he came. ഞാൻ മണിക്കൂറുകളാണ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവള് വന്നപ്പോ. അവള് വരുന്നതിന് മുൻപ് ഞാൻ മണിക്കൂറുകളായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായോ? ക്ലിയർ ആയോ? ഫാസ്റ്റ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടോ? എക്സാമ്പിൾ ചെയ്ത് നോക്കുമ്പോ ക്ലിയർ ആവും മാം. എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പെട്ടെന്ന് ഈ പാസ്റ്റും പെർഫെക്റ്റ് കണ്ടിന്യൂസ് അങ്ങനെ അധികം യൂസ് ചെയ്യാറുണ്ട്, ഇല്ലെന്നല്ല നമ്മൾ. പക്ഷെ നമുക്ക് കൂടുതൽ ഇന്ററാക്ഷനിൽ ആവശ്യം ചിലപ്പോ കണ്ടിന്യൂസും സിമ്പിളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും പറയും. മനസ്സിലായോ? ഐ ഹാഡ് പെർഫെക്റ്റ് പിന്നെയും പറയും, പക്ഷെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് കുറച്ച് കുറവായിരിക്കും. നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഒരു കാര്യം ചെയ്യൂ, കുറച്ച് മലയാളം എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറയൂ, അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. പറയോ? ഇത്രയ്ക്കോളൂ. ഇതിലേക്ക് റെസ്പോണ്ട് ചെയ്യേണ്ടാവും. നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കല്ലേ ക്ലാസ്സില്. ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇങ്ങനെ മിണ്ടാതിരുന്നാലേ ഭയങ്കര ബോറായിരിക്കുള്ളൂ. കാരണം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞ പോലെ മാത്രം ഉണ്ടാവുകയുള്ളൂ. മറ്റ് ക്ലാസ്സുകൾ കേൾക്കുന്ന പോലെയല്ല ഇംഗ്ലീഷ്. നിങ്ങളെ കൂടെ പറഞ്ഞാലേ നിങ്ങൾ പഠിക്കുള്ളൂ. ഓക്കെ? എല്ലാ ക്ലാസ്സിലും വന്നിരുന്ന് ഞാനിങ്ങനെ പറയും, പക്ഷെ നിങ്ങൾ ആരും ശ്രദ്ധിക്കില്ല. ക്ലാസ് മനസ്സിലാവുന്നതാണോ? കേൾക്കുന്നില്ലേ? നിങ്ങൾ എന്തൊന്നും പറയാത്തേ? പറയൂ. ഞാൻ പറയുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട്. അഞ്ചു ഒരു കാര്യം ചെയ്യും, മലയാളം പറഞ്ഞേ. ഒരു പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യം എന്ന് പറഞ്ഞേ മലയാളം. എന്നിട്ട് ഇംഗ്ലീഷ് പറയാം. ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയി. പറയൂ. ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയി. എങ്ങനെയാ വരാ അത്? ഇവിടെ സബ്ജക്ട് എന്താണ്? ഞാനാണ്, അല്ലെ? അപ്പൊ എന്ത് വരും? പോയി എന്നാ പറയും. പോയി. എങ്ങോട്ട്? ഹോസ്പിറ്റൽ. എപ്പോ? ഇൻ ദ മോർണിംഗ്. സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തേ. I went to the hospital in the morning. I went the hospital. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഹോസ്പിറ്റൽ.
അപ്പൊ എന്താ വരാ? ഒരു പ്രപ്പോസിഷൻ ചേർക്കണം. ദാ വരുമോ? ടു ടു. അപ്പൊ കംപ്ലീറ്റ് ചെയ്തേ. I went to the hospital in the morning. സിമ്പിൾ. ക്ലിയർ അല്ലേ ഇപ്പൊ? ഇത്രേ ഉള്ളൂ. ഇതിനാണ് നിങ്ങൾ ആരും മിണ്ടാതിരിക്കുന്നത്. ഇനി ആരാ മലയാളം പറയാ? ക്ലാസ്സിൽ എന്താ ആരും ഇല്ലേ? ആ ക്ലാസ്സിൽ ഇപ്പൊ കുറവാണ്. നമ്മൾ കണ്ടിട്ട് കുറെ നാളായി അല്ലേ? പരിചയമുള്ള മുഖങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. സ്റ്റുഡൻസ് കുറവാണ് ഇപ്പോ. ആണോ അഞ്ജു? അരുണിമ മിസ് ഒരു മലയാളം പറയോ? പാസ്റ്റ് ടെൻസ് വെച്ചിട്ട്. പറയാം മിസ്. ഞാൻ രാവിലെ ഫുഡ് കഴിച്ചു. ഞാൻ രാവിലെ ഫുഡ് കഴിച്ചു. എന്താ പറയാ? I ate food in the morning. രാവിലെ നമ്മൾ എന്തെന്നാ കഴിക്കുക? രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തെ നമ്മൾ എന്താ പറയുക? ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? സോ കഴിച്ചു. കഴിച്ചു എന്ന് പറയുമ്പോ എന്താ പറയാ? ഈറ്റ് ഉണ്ട്. അതല്ലാതെ ഒരു വാക്ക് നമ്മൾ യൂസ് ചെയ്യും. Had ആണ്. ഹാഡ് ആണ്. അപ്പൊ എന്താ വരാ? I had breakfast. Breakfast. സോ സിമ്പിൾ. ഇത്രേ ഉള്ളൂ. ഇനി ആരാ മലയാളം പറയാം? സോ അഞ്ജു ആർക്കെങ്കിലും പറയാം. ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. ഓക്കെ. ഇനി ആരാ പറയാ? ഞാൻ വിളിക്കുന്നതിന് നല്ലത് നിങ്ങൾ പറയുന്നല്ലേ. ആരെങ്കിലും പറയൂ. കാവ്യ? ഞാൻ ഇന്നലെ ബസ്സിനാണ് പറയൂ. ഞാൻ ഇന്നലെ ബസ്സിനാണ് വന്നത്. ഞാൻ ഇന്നലെ ബസ്സിനാണ് വന്നത്. എന്താ പറയാ? I went to evening in the bus. വെന്റ് എന്ന് പറയുമ്പോ പോയി എന്നാണ്. I will. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീക്ക് ഫോം യൂസ് ചെയ്യാം. Yesterday I will came in the bus. കാവ്യ എന്താ മലയാളം പറഞ്ഞ എന്താ? ഇന്നലെ ഞാൻ ബസ്സിനാണ് വന്നത്. നമുക്കത് ഒന്ന് കറക്റ്റ് തിരിച്ച് ആക്കാം. ഞാൻ ഇവിടെ ബസ്സിലാണ് വന്നത് എന്ന് പറയാം. അപ്പൊ എന്താ വന്നേ? മലയാളം ഇതാണ്. ഞാൻ ഇവിടെ ബസ്സിലാണ് വന്നത്. മനസ്സിലായി? ബസ്സിലാണ് വന്നത് ഇവിടെ. അങ്ങനെ പറയണം. അപ്പൊ Yesterday. Yesterday subject. Yesterday I am came on the bus. Yesterday I came on the bus.
Yesterday I came here on the bus. Yeah. അല്ലേ? By the bus ആയാലും പറയാം. Okay. Came on the bus. Okay, miss. വരുന്നതല്ലേ, ട്രാവൽ ചെയ്തു. സോ ബൈ ആയും പറയാം. കുഴപ്പമൊന്നുമില്ല. Okay. Okay, clear. Next step. മിസ്, ഞാൻ വയനാടാണ് താമസിച്ചിരുന്നത്. എന്തോ? ഞാൻ വയനാടാണ് താമസിച്ചിരുന്നത്. ഞാൻ വയനാടാണ് താമസിച്ചിരുന്നത്. ഐ വാസ് ലിവ് ഇൻ വയനാട്. I was ലിവ് ഇൻ വയനാട്. I was lived in വയനാട്. I was lived വരില്ല. ഞാൻ വയനാടാണ് താമസിച്ചിരുന്നത് അല്ലേ? അപ്പൊ എങ്ങനെയാ വരാ? ഐ വാസ് ലിവിംഗ് ആണോ വരിക, ലിവിഡ് ആണോ വരിക? ലിവിംഗ് ആണെങ്കിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അല്ല, ഇപ്പോ അല്ല, ആയിരുന്നു. ആയിരുന്നു. അപ്പൊ എങ്ങനെയാ വരാന്ന് പറയൂ, ആലോചിച്ചു. ലിവ്ഡ് ഇൻ വയനാട്. അങ്ങനെയാണ്. ഐ ലിവ്ഡ് ഇൻ വയനാട്. ഞാൻ വയനാടാണ് താമസിച്ചിരുന്നത്. മനസ്സിലായോ? അങ്ങനെയാ വരാം. ഐ ലിവ്ഡ്. കണ്ടോ? ലിവ്ഡ് എന്ന് പറഞ്ഞ പാസ്റ്റ് ആണ്. നമ്മൾ വാസൊക്കെ യൂസ് ചെയ്യില്ലേ, അത് കണ്ടിന്യൂസ് ആയിരിക്കും. മനസ്സിലായോ? അവനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വരും. ഇനി അടുത്ത മലയാളം പറയൂ. ഞാൻ പാത്രങ്ങൾ കഴുകി. I washed the dishes. I washed all dishes എന്ന് പറയും. അതാണ് കഴുകി. ഓക്കെ, വാഷ്ഡ്. വാഷ്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. അടുത്തത് ഇനി ഞാൻ ഒരെണ്ണം പറയും. ഞാൻ അവളെ കണ്ടപ്പോൾ അവൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. ഞാൻ അവളെ കണ്ടപ്പോൾ അവൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവളെ കണ്ടപ്പോൾ അവൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ വരാ? ഇങ്ങനെ വരും. ഫസ്റ്റ് ഞാൻ അവളെ കണ്ടപ്പോൾ എങ്ങനെയാ വരാ? ഞാൻ അവളെ കണ്ടപ്പോൾ. ഈ അപ്പോഴൊക്കെ വരില്ലേ, അപ്പോൾ എന്നൊക്കെ പറയില്ലേ, അവിടെ അപ്പോൾ എന്ന് കേട്ടാൽ അപ്പൊ തന്നെ വെൻ യൂസ് ചെയ്യാം. ആദ്യം വെന്നിടാം, വെൻ, പിന്നെ സബ്ജക്റ്റ് ഞാൻ, അല്ലേ? ഞാൻ അവളെ കണ്ടപ്പോൾ. സോ കണ്ടപ്പോൾ എന്ന് പറയുന്നത് എന്താ? അപ്പോൾ, വെൻ, അല്ലെ? സബ്ജക്റ്റ് ഐ, വെൻ ഐ. കണ്ടപ്പോൾ, കണ്ടു, കണ്ടു കഴിഞ്ഞു, അല്ലെ? കണ്ടു. സോ കാണുക എന്ന് പറയുന്നത് സി. കണ്ടു എന്ന് പറയുമ്പോൾ എന്താണ്? സി. സിയുടെ നേറ്റീവ് ഫോം ഏതാണ്? സോ. സോ അവളെ, അവളെ എന്ന് പറയുമ്പോൾ ഹർ. ഓ, when I saw her. Okay, when I saw her, അവൾ ഡാൻസ് കളിക്കുകയായിരുന്നു. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോ she dancing when I was. she dancing എന്ന് പറയില്ല. she ആയതുകൊണ്ട് ഇപ്പൊ she is dancing എന്ന് പറഞ്ഞ പ്രസന്റ് ആണ്. she is. അത് പാസ്റ്റ് വരുമ്പോ എന്താണ്? she was വരും. മനസ്സിലായി? she was വരും. she was dancing. ഇപ്പോ അവൾ ഡാൻസ് കളിക്കുന്നു.
അവൾ ഡാൻസ് കളിക്കുകയാണ് എന്ന് പറയുമ്പോ നമ്മൾ എന്താ പറയാ? അവൾ ഡാൻസ് കളിക്കുകയാണെന്ന് പറയുമ്പോ ഷീസ് ഡാൻസിങ് എന്നാ പറയാ അല്ലെ? ഷീസ് ഡാൻസിങ്. അവൾ ഡാൻസ് കളിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴും കഴിഞ്ഞു. ഷി വാസ് ഡാൻസിങ്. മനസ്സിലായോ? അടുത്തത് അവർ കളിക്കുകയാണ്. അവർ കളിക്കുകയാണ് എന്ന് പറയുമ്പോ എങ്ങനെയാ പറയാ നമ്മള്? They are playing. They are playing. അവർ കളിക്കുകയായിരുന്നു എന്നാണെങ്കിലോ? They was playing. They was കാവ്യ നമ്മള് പ്ലൂറിലൊക്കെ ആണെങ്കിൽ വേർ ആണ് യൂസ് ചെയ്യും. വാസ് പറയില്ല, വേർ. അതായത് വി, ദേ, യു ഒക്കെ പറയുമ്പോ വേർ ആണ് യൂസ് ചെയ്യുന്നത്. WERE, വേർ. ഷീ ഒക്കെ ആണെങ്കിൽ ഷീ, ഹി, ഇറ്റ്, ഐ ഒക്കെ ആണെങ്കിലാണ് വാസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർ കളിക്കുകയാണ് എന്ന് പറയുമ്പോൾ ദേ ആർ പ്ലേയിങ്. അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോ they were playing. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ടായോ? കൺഫ്യൂഷൻ ആയോ? പറയൂ. ഇല്ല? ഓക്കെ, ഇനി അടുത്ത മലയാളം പറയൂ ആരെങ്കിലും. മലയാളം പറയൂ. ഞാൻ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ബോറടിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. ക്ലാസ് എന്താണ്, ബോറിംഗ് ആണോ? ആണോ? ഓപ്പൺ ആയിട്ടൊന്ന് സംസാരിക്കൂ. ഒന്നും പറയാനില്ല ആർക്കും. ക്ലാസ് ബോറിംഗ് ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ എടുക്കുന്നത്? ക്ലാസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടോ നിങ്ങള്? ശരണ്യ, യെസ് മാം. ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ എടുക്കുന്നത്? മനസ്സിലാവുന്നുണ്ട്. ഇടയ്ക്കൊക്കെ മനസ്സിലാവുന്നില്ല. അപ്പൊ ചോദിക്കണ്ടേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാണ്ടാവുമ്പോ എനിക്കായിരുന്നു ഇല്ലാത്തൊരു ഫീൽ. ഈ ക്ലാസ് മനസ്സിലാവാഞ്ഞിട്ടാണോ, ബോറടിക്കുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. എന്താ ചോദിച്ചത്? ഇതിലുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കും. ശരണ്യക്ക് ഇപ്പൊ മനസ്സിലാവുന്നില്ല എങ്കിൽ ശരണ്യ ഓപ്പൺ ആയിട്ട് ചോദിക്കണം. ഞാനപ്പോ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ മാം. ഓക്കെ, വേറെ ആരെങ്കിലും? അരുണിമ, ക്ലാസ് എങ്ങനെയുണ്ട്? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. എനിക്ക് എപ്പോഴാണ് ഗ്രാമർ കുറച്ചും കൂടെ വൃത്തിയും മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നെങ്കിൽ ചെയ്യും എന്നോട്. ഇത് നിങ്ങൾ എന്തോ ഞാൻ വരുമ്പോ ആരും മിണ്ടില്ല, എന്തോ പേടിയാണോ നീ എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊന്ന് സംസാരിക്കാം, ഇന്ററാക്ട് ചെയ്യാം. ക്ലാസ് ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്നോട് പറയാം. കാരണം നമുക്ക് കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ആണെന്നാണ് പറയുന്നത്. ആണോ? ക്ലിയർ ആണ് മിസ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഓക്കെ, വേറെ ആരാ? നസ്രീൻ. ഔസേഫ് ആന്റണി. ഔസേഫ് ആന്റണി, ഔസേഫ് ആന്റണി ആണോ? പേരെന്താണ്? ഷീജ ബിജു. ഷീജ, മിസ്സേ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് മിസ്സേ. ഉണ്ട്.
ഇതെന്താ ആക്റ്റീവ് അല്ലാതെ? എന്താണ് ആക്റ്റീവ് അല്ലാതെ? ആക്റ്റീവ് ആണ്. ആക്റ്റീവ് ആണ്. ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ. ഉണ്ണിമായ Yes, miss. ക്ലാസ് മനസ്സിലാവുന്നുണ്ട് ഉണ്ണിമായക്ക്? ഉണ്ട്. ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഗ്രാമർ കുറച്ച്. എന്തോ? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഓക്കെ. ഇനി ആരാ? ശ്രീലക്ഷ്മി യെസ് മിസ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. ഇല്ല. എല്ലാവർക്കും ക്ലിയർ ആണ്. പക്ഷെ എന്താ ആരും റെസ്പോണ്ട് ചെയ്യാത്ത എന്താ? ക്ലാസ്സിൽ ആക്റ്റീവായിട്ട് ഇരിക്കണ്ടേ? നിങ്ങൾ മറ്റു ക്ലാസ്സിലെ പോലെ നോക്കണ്ട. ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം. ഇതിന്റെ വിശേഷം എന്നോട് പറയൂ, നമുക്ക് സംസാരിക്കാം. റിലാക്സ് ചെയ്യും ക്ലാസ്സില്. ഓക്കെ. എല്ലാവരുടെയും ഓണം എങ്ങനെ ഉണ്ടായി? ഓണത്തെ കുറിച്ച് പറയൂ. ഓണം ആഘോഷിച്ച എല്ലാവരും? പറയൂ. ഓണം എങ്ങനെ ഉണ്ടായി? ഞാൻ ഓരോരുത്തരും വിളിക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞോളൂ. ഓണം വീട്ടിൽ തന്നെ ആയിരുന്നു മിസ്. ഇപ്രാവശ്യം പോയില്ല. ഓണൊക്കെ ആഘോഷിച്ചു? ഏറെക്കുറെ. വേറെ ആർക്കെങ്കിലും ഓണത്തെ കുറിച്ച് പറയാനുണ്ടോ? വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ? പണ്ടൊക്കെ നമ്മള് വെക്കേഷന് എല്ലായിടത്തും പോകും അല്ലെ? കുറച്ചുപേര് അമ്മയുടെ വീട്ടിൽ പോകും, അല്ലാത്തൊരു വേറെ കിടക്കിയ കസിൻസിന്റെ വീട്ടിൽ പോകും. ഇങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ അല്ലെ? ആണോ? ശരിയാണോ? കല്യാണം കഴിഞ്ഞ കുട്ടികളായി എങ്ങോട്ടും പോകാറില്ല അല്ലെ? ആണോ? കുറച്ചൊക്കെ ശരിയാ. കുറച്ചൊക്കെ ശരിയാണ്. അതാണ് ശരി. എന്നൊക്കെ നിങ്ങൾ എല്ലാവരും സീരിയസ് ആണോ? ക്ലാസ്സിലെ സ്റ്റുഡൻസ് എല്ലാവരും സീരിയസ് ആണോ? അല്ല. പിന്നെ എന്താണ് ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്നേ? ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ? കഴിഞ്ഞു. ഇനി മിണ്ടില്ല. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ. നിങ്ങളത് റിലാക്സ് ആക്കാൻ വേണ്ടിയാണ് ഞാനതൊക്കെ ചോദിക്കുന്നത് തന്നെ. പിന്നെ ഇംഗ്ലീഷിലൊക്കെ മിസ് പറയിപ്പിക്കും വിചാരിച്ചിട്ടാണോ മിണ്ടാത്തെ? ആണോ? ഇംഗ്ലീഷ് എല്ലാവർക്കും പേടിയാണോ? നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള സബ്ജക്ട് ഇംഗ്ലീഷ് ആണോ? അല്ല മിസ്, ഇടയ്ക്കിടയ്ക്ക് ഗ്രാമർ ചിലപ്പോ പോകുന്നുള്ളു, അല്ലാതെ വേറെ പേടിയൊന്നുമില്ല. ഗ്രാമർ പോകും, അത് ഉറപ്പല്ലേ. പക്ഷെ ആ ഗ്രാമർ പോകുമെന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കരുത്. നിങ്ങൾ പറയുമ്പോഴായിക്കോളെ നിങ്ങൾക്കത് മനസ്സിലാവാം, തെറ്റുണ്ടെങ്കിലൊക്കെ. എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ, ഞാൻ സോൾവ് ചെയ്ത് തരാം. ഓക്കെ. നിങ്ങളൊരു ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഞാൻ പഠിപ്പിച്ചിട്ടേ പോവുള്ളൂ. ഓക്കെ. ഇപ്പൊ കുറച്ചൊക്കെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആയവരുണ്ടോ ക്ലാസ്സില്? കുറച്ചെങ്കിലും. ശരണ്യ ഇംപ്രൂവ് ആയോ? യെസ് മാം. എന്ത് തോന്നി? അങ്ങനെ ഇംപ്രൂവ് ആയെന്ന് എങ്ങനെ തോന്നിയേ? ആദ്യമെല്ലാം സംസാരിക്കാനൊന്നും അറിയുന്നുണ്ടാവില്ല, ഇപ്പൊ കുറച്ച് പറയാനെല്ലാം അറിയുന്നു. ക്ലാസ്സിൽ കോൺഫിഡൻസ് ഇല്ലാത്തവരുണ്ടോ? സംസാരിക്കാൻ പേടി, അല്ലെങ്കിൽ ധൈര്യം ഇല്ല സംസാരിക്കാൻ, അങ്ങനെ എത്ര പേരുണ്ട്? ഓപ്പൺ ആയിട്ട് സംസാരിക്കും. ഓപ്പൺ ആയിട്ട് പറയാം. ഫസ്റ്റ് ക്ലാസ്സിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു മിസ്സേ. ഇല്ല. ഇപ്പൊ കുറച്ചൊക്കെ മാറി അല്ലേ?
ഇനി ആർക്കാ? ഇത് പറയാൻ പോലും കോൺഫിഡൻസ് ഇല്ലാതെ, അങ്ങനെയാണോ? ആർക്കാണ് കോൺഫിഡൻസ് ഇല്ലാത്ത ക്ലാസ്സിൽ? ആർക്കും കോൺഫിഡൻസ് ഉണ്ടോ? ക്ലാസ്സിൽ നിന്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ക്ലാസ് ശ്രദ്ധിക്കുന്നവരല്ല, എന്തെങ്കിലും ഒരു കമന്റോ തംസപ്പോ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യേ, എന്തെങ്കിലും ഒന്ന് ചെയ്യാമോ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ? ശരണ്യ, അരുണിമ, കാവ്യ, ശ്രീലക്ഷ്മി, ഇത്രേ ഉള്ളൂ. ബാക്കി ആരും ക്ലാസ്സിൽ ഇല്ല. ആന്റണി, then ഉണ്ണിമായ. ഓക്കെ, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പേർക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ അല്ലയോ? കമന്റ് എങ്കിലും ചെയ്യാം. ഉണ്ണിമായ, ഉണ്ണിമായ, ടീച്ചർ. ഉണ്ണിമായക്ക് എന്താണ് ഇംഗ്ലീഷ് എന്താണ് ബുദ്ധിമുട്ട് ഈ ക്ലാസ്സിൽ? എന്തെങ്കിലും പറയൂ. സംസാരിക്കാൻ അറിയത്തില്ല ഇംഗ്ലീഷ്. മലയാളം സംസാരിക്കാൻ? മലയാളം അറിയാം. അപ്പൊ ഞാൻ പറയുമ്പോൾ റെസ്പോണ്ട് ചെയ്യും, മലയാളത്തിലെങ്കിലും റെസ്പോണ്ട് ചെയ്യും. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു പേടിയും പേടിയുണ്ട്. തെറ്റിപ്പോകുമെന്ന് പേടി. അതുകൊണ്ട് അരുണിമല്ല, സോറി, ഉണ്ണിമായ തെറ്റിപ്പോകുമെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഉണ്ണിമായ പറഞ്ഞ തെറ്റാണെന്ന് മനസ്സിലാക്കാം. എന്നിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ നോക്കിയേ. ഉണ്ണിമായ എന്ത് ഇംഗ്ലീഷ് പറയുന്നത് തെറ്റാണ്, അതെനിക്ക് അറിയാം, ഈ കാണുന്ന എല്ലാ സ്റ്റുഡൻസിനും അറിയാം. ഉണ്ണിമായ എന്തെങ്കിലും തെറ്റി പറഞ്ഞാല് നിങ്ങൾ ആരെങ്കിലും കളിയാക്കോ? ഇല്ല. കാരണം എന്താണ്, ഇവിടെ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ വന്നവരാണ്. ഇവിടെ ആർക്കും ഇംഗ്ലീഷ് കറക്റ്റായിട്ട് അറിയില്ല. ഇനി ഉണ്ണിമായ പറയ തെറ്റായാൽ ഇവരൊന്നും പറയില്ല, ഞാനും ഒട്ടും പറയില്ല. പിന്നെ എന്തിനാ പേടിക്കണേ? ഒരു പേടി, ആ ഒരു പേടി നമുക്ക് മാറ്റാം. ഉണ്ണിമായ ഓക്കെ, ഉണ്ണിമായുടെ ഫീലിങ്സ് പറയും, ഇംഗ്ലീഷ് പറയും. ഫീലിങ്സോ? ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, എന്നൊക്കെ എന്താണോ ഉള്ളത് അത് ഇംഗ്ലീഷ് പറയും. പറയാ കിട്ടുന്നില്ല എങ്ങനെയാ പറയണ്ടേന്ന്. ആദ്യം ആ പേടി എന്നുള്ള സാധനം കളയും, ടെൻഷൻ എന്നുള്ള സാധനം കളയും, എന്നിട്ടൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷിൽ വളരെ വീക്കാണ് എന്ന് പറഞ്ഞു നോക്കിയേ. ഐ ആം ഇംഗ്ലീഷ് വെരി ബാഡ്. എന്നോട് പറയൂ, പയ്യെ പറയണ്ട, സൗണ്ടിൽ പറഞ്ഞോളൂ. ഒട്ടത്തെറ്റായിക്കോട്ടെ, കറക്റ്റ് ആയിരിക്കില്ല, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, എനിക്കറിയാം, പക്ഷെ പറയൂ. ഐ ആം ഇംഗ്ലീഷ് വെരി വീക്ക് സ്റ്റുഡന്റ്. അങ്ങനെയാണോ? ഡൗട്ട് ചോദിക്കണ്ട, പറയൂ. ഞാനൊരു വീക്ക് സ്റ്റുഡന്റ് എന്നാണ് പറഞ്ഞതല്ലേ? അത് പറഞ്ഞേ. I am very weak student in this class. Okay. Then എനിക്ക് ഇംഗ്ലീഷ് കേട്ടാൻ മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞേ. എനിക്ക് ഇംഗ്ലീഷ് കേട്ടാൻ മനസ്സിലാകും. ഇംഗ്ലീഷ് അതെങ്ങനെ ഇംഗ്ലീഷ് പറയാ? അതെനിക്ക് അറിയത്തില്ല. പറയൂ. എനിക്ക് പറ്റും, എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോ എന്താ നമ്മൾ യൂസ് ചെയ്യാം? എനിക്ക് ഇംഗ്ലീഷ് അറിയാം,
എന്ന് പറ. I am understand English. I ആ am understand English. I am വരില്ല. I am വലിയല്ലേ? I am വരില്ല. I know ഇംഗ്ലീഷ് എന്ന് പറയാൻ പാടില്ല. എനിക്ക് ഇംഗ്ലീഷ് അറിയാം. I know ഇംഗ്ലീഷ്. പക്ഷേ എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞേ. But English no speaking. എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, എനിക്ക് കഴിയില്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്താ? ഐ കാണ്ട്. എനിക്കത് പറ്റും എന്നാണെങ്കിൽ ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് പറ്റും. I can do it. എനിക്കത് പറ്റില്ല എന്നാണെങ്കിൽ ഐ കാണ്ട് ഡു ഇറ്റ്, എനിക്കത് പറ്റില്ല അല്ലെ? അപ്പൊ നമ്മള് എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞോക്കെ. I can't understand in English. അപ്പൊ എന്താ പറയാ? എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നവൻ. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞോക്കെ. സംസാരിക്കാൻ അപ്പൊ എന്താ പറയാ? എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല ഇംഗ്ലീഷ്. എനിക്കല്ലേ I can't സംസാരിക്കുക എന്താ പറയാ? no speak no read സംസാരിക്കാൻ എനിക്ക് പറയുക എന്താ? പറയുക ഇംഗ്ലീഷ് എന്താ? പറയുക എന്ന് പറയുമ്പോ telling ഇംഗ്ലീഷ്. ടെല്ലിംഗ് ഇംഗ്ലീഷ്. സംസാരിക്കുകയാണെങ്കിലോ? സംസാരിച്ച എന്ത് ഇംഗ്ലീഷ് വേർഡ് പറയാ? സ്പീക്ക്. സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അപ്പൊ എന്താ പറയാ? I can't English speaking no. I can't speak English. I can. അങ്ങനെ പറയാം. I can't speak English. English. ഇനി ഒന്ന് പറഞ്ഞോക്കെ എന്തെങ്കിലും. I can't speak English. Speak English. I can't speak English. ഇനി ഞാൻ ശ്രമിക്കാം മിസ്. ഇപ്പൊ കുഴപ്പമില്ല, കുറച്ചെന്തെങ്കിലും മാറ്റം തോന്നുന്നില്ലേ? ഉണ്ട്. അതുപോലെ സംസാരിച്ചു നോക്കണം. തെറ്റാണെങ്കിൽ സംസാരിച്ചോ. ഓക്കെ. ഇനി ആരാ സംസാരിക്കുക? എന്തെങ്കിലും എന്തുകൊണ്ട് സംസാരിക്കാം? ആരാ? കാവ്യ? യെസ് മിസ്. പറയൂ. ടെൻഷൻ ഉണ്ട്. എന്തെങ്കിലും പറയൂ. എന്താ പറയണ്ടേ? ഒന്ന് ഇംഗ്ലീഷിനെ കുറിച്ച് തന്നെ പറഞ്ഞോ. ഇംഗ്ലീഷിനെ കുറിച്ച് I can understand English, but I could not speak very well. Okay. Then. Okay. Kavya, പോയോ? Kavya. ഇനി ആരാ പറയാ? കാവ്യ പോയി. ശരണ്യ? യെസ് മിസ്. അറിയോ? I know English, but
എന്താ മിസ്സ പറയണ്ടേ? പറയുമ്പോ കിട്ടുന്നില്ല. പറയുമ്പോ കിട്ടും, അത് പേടിച്ചിട്ടാണ്. പറയുമ്പോ കിട്ടും, പറയും. I can understand English class. But I don't speak English. അല്ലേ? അതെ. I can't. I can't. കഴിഞ്ഞു മിസ്സേ. Okay. And then Jumana Jamshid. എല്ലാവരും ലെഫ്റ്റ് ചെയ്ത് ആരുമില്ല ക്ലാസ്സില്. ജുമാന. Hi, ma'am. Yeah. പറയൂ about your English. I know English. I can understand while others talking. And I have some little confusion in my talking because little bit confusions whether it is true or false. But I try to speak English and I try to correct my mistakes. And your class helps me to improve my speaking ability. And the way you explain each tense and each and everything will make me better to improve my English. Thank you. Yeah, good. കുറച്ചൊക്കെ പറഞ്ഞു അല്ലേ? ഇത് തോന്നി ജുമാന, ഇത് തോന്നുന്നു. എന്ത് മിസ് കേട്ടില്ല? ഇത്രയും സംസാരിച്ചിട്ട് എന്ത് തോന്നി? I feel good. By speaking, I understand that we can improve our capacity to speak English, and if it is mistake, if or anything, but by speaking, it makes improve very much. Okay. Okay. Good. Yeah. അപ്പൊ എന്താണ്, സംസാരിച്ചാൽ മാത്രമേ നമ്മൾ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആകുകയുള്ളൂ. ഓക്കെ. ശരണ്യ പറഞ്ഞു എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് പക്ഷെ കിട്ടുന്നില്ല. പക്ഷെ ഇത് ട്രൈ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ പറയൂ, നോൺ സ്റ്റോപ്പ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് സംസാരിക്കൂ. കാരണം നമ്മുടെ നാക്കും കൂടെ വഴങ്ങണം ഇംഗ്ലീഷിന്. മനസ്സിലായി? ഇംഗ്ലീഷ് സംസാരിക്കാൻ നാക്കും കൂടെ വഴങ്ങിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫ്ലുവൻസി കിട്ടുള്ളൂ. സോ അങ്ങനെ വഴക്കം വരണമെങ്കിൽ എന്താണ്, നമ്മൾ സംസാരിക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ സംസാരിക്കും. ഓക്കെ, എല്ലാവരും പറയണം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ. കാവ്യക്ക് കോൾ വന്നു എന്ന് പറഞ്ഞു. എന്താണ് പറയുന്നുണ്ടോ? സംസാരിക്കുന്നുണ്ടോ കാവ്യ? പറഞ്ഞാൽ ഇടയ്ക്ക് ടെൻഷനാന്ന് മിസ്സേ. കുഴപ്പമില്ല, ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. എനിക്ക് ഒരു ടെൻഷൻ ക്ലാസ്സിൽ പോകുമ്പോ, പിന്നെയാണ് നിങ്ങൾക്ക്. സോ പറഞ്ഞു നോക്കൂ കാവ്യ. ഇംഗ്ലീഷിനെ കുറിച്ചാണോ മിസ്സേ പറയണ്ടേ? അതെ, കാവ്യക്ക് എന്താണ് ഇംഗ്ലീഷിനെ കുറിച്ച് പറയാനുള്ളത്? കാവ്യയുടെ ഇംഗ്ലീഷ്. എന്റെ ഇംഗ്ലീഷ് ഇപ്പൊ I am understand this class, but sometimes I could not understand. എന്താണ് എന്ത് പറ്റി? പറയാം മിസ്സേ. ഓക്കെ, പറയൂ. കാവ്യക്ക് ടെൻഷൻ വന്നു. ടെൻഷൻ വന്നാൽ നമുക്കൊന്നും കിട്ടുന്നില്ല. എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ വരുന്നില്ല. അത് അതാണ് നമ്മൾ ടെൻഷനാണ്.
നമ്മുടെ ഈ ടെൻഷൻ എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ എങ്ങോട്ടും മുന്നോട്ട് പോയില്ല. ഫസ്റ്റ് അത് മനസ്സിലാക്കാം. അത് ഈ ടെൻഷൻ എന്നുള്ള സാധനം കളയുക. കാരണം ഈ കാവ്യ എന്ന് പറയുന്ന ആളെ ഈ ക്ലാസ്സിലേക്ക് ആരും കണ്ടിട്ടില്ല, ഞാൻ ഉൾപ്പെടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് കാവ്യ എന്ത് പൊട്ടത്തെറ്റ് പറഞ്ഞാലും ഇവർക്ക് ആർക്കും കാവ്യ അറിയുകയും കൂടിയില്ല. മനസ്സിലായോ? ഇതിൽ കൂടുതൽ നല്ല രീതിയിൽ എനിക്ക് പറയാൻ അറിയില്ല. കാരണം ക്ലാസ്സിൽ എത്രയോ പേരുണ്ടോ ആരെയും പരസ്പരം ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല. സോ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളെപ്പോഴും ഞാൻ എവിടെയെങ്കിലും വെച്ച് കാണാം, നിങ്ങൾക്ക് എന്നെ അറിയാൻ പറ്റും, പക്ഷെ എനിക്ക് നിങ്ങൾ അറിയില്ല. മനസ്സിലായോ? അപ്പൊ എന്നോട് എന്ത് പൊട്ടത്തെറ്റ് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ തിരിച്ചറിയാൻ പോകുന്നില്ല. ഫസ്റ്റ് അത് മനസ്സിലാക്കാം. പകുതി ആശ്വാസം കിട്ടും, എന്നുവെച്ചാൽ ടെൻഷൻ കുറയും. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം മിസ്സേ. ഓക്കെ, എല്ലാവരും അടുത്ത ക്ലാസ്സിൽ ആക്റ്റീവായിട്ടിരിക്കണം, ക്ലാസ്സിൽ സംസാരിക്കാൻ തയ്യാറായിട്ടിരിക്കണം. സോ മിസ്സിന് എന്നെ കൊണ്ട് പറയിപ്പിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ക്ലാസ്സിൽ കേറാതിരിക്കരുത്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, പറയാൻ ശ്രമിക്കാം. എന്നാൽ മാത്രമേ നിങ്ങൾ രക്ഷപ്പെടുള്ളൂ. രക്ഷ മീൻസ് ഇംഗ്ലീഷ് പഠിക്കുകയുള്ളൂ. മനസ്സിലായോ? നമുക്ക് നമ്മുടേതായ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ആ കംഫർട്ട് സോൺ വിട്ട് പുറത്തോട്ട് വന്നാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അച്ചീവ് ഈ കാണുന്ന ലോകത്ത് ആരെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും കംഫർട്ട് സോൺ വിട്ട് വന്നവരാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിയത്. സോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സാധനവും നമ്മൾ പഠിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, നമ്മൾ ഒരുപാട് ശ്രമിക്കണം, ഇതൊക്കെ തന്നെ വരും. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ടിരിക്കുക, റെഡി ആയിട്ടിരിക്കുക, നന്നായിട്ട് സംസാരിക്കാൻ തയ്യാറായി വരാം. ക്ലിയർ? ഓക്കെ മാം. ഓക്കെ, താങ്ക് യു ഓൾ.